അങ്ങനെ വഴി കിട്ടും, അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. മൂസ അലൈഹിസ്സലാം ചിന്തിച്ചിട്ട് പോലുമില്ല ഫറോവയുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന്. നോക്കണം, അല്ലാഹു തആലയുടെ ഹിക്മത്ത്. അത് രാജാവിനോട് അള്ളാഹുവിനോട് വെല്ലുവിളിച്ച ഒരാളെ അല്ലാഹു തആല കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. അതങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഒരാൾ അള്ളാഹുവിനോട് വെല്ലുവിളിക്കുമ്പോൾ പിറ്റേന്ന് തന്നെ രാവിലെ ആൾ മയ്യത്താകുന്നു. അതിനു പകരം അയാൾക്ക് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാൻ കഴിയുമെന്ന് ജനങ്ങളെ, ചരിത്രത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവസാനം അള്ളാഹു ആ വിഷയം ഡീൽ ചെയ്യുന്നു. അങ്ങനെയല്ലേ ഉണ്ടാവുക? വലിയ കുറ്റവാളികളെ കുറേ ജയിലിൽ കിടത്തിയിട്ടേ പിന്നെ വധശിക്ഷ നടപ്പാക്കുള്ളൂ. ഒറ്റയടിക്ക് നടപ്പാക്കുന്ന കേസുകളുണ്ട്. പക്ഷേ കുറേ കാലം പിടിച്ചു നിർത്തുന്നത് വലിയൊരു ശിക്ഷയാണ്. ഫറോവയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അധികാരം വിജയിക്കുമെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അള്ളാഹുവിടെ നടപ്പാക്കിച്ചു. മൂസ നബി ദുആ ചെയ്ത് 60 വർഷം എടുത്തു നാം ഫറോവയുടെ നാശം സംഭവിക്കാൻ. 60 വർഷം, 60 സന. അത്രയും കാലം മൂസ അലൈഹിസ്സലാം ഇജാബത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നതാണ് വലിയ അത്ഭുതം. നമ്മൾക്കാണെങ്കിൽ ദുആ മതിയാക്കി പോകും. ഇനി ആ ദുആ മജ്‌ലിസിൽ പോയിട്ട് കാര്യം വേറെ സ്ഥലം ഉണ്ടോ നോക്കുക, കാരണം അവിടെ നിന്ന് ഉത്തരം കിട്ടില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടണം, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുക. അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുണ്ടാവും. അത് ചിലപ്പോൾ ഏത് വാതിൽക്കൽ മുട്ടിയാലും അള്ളാഹു ആ റബ്ബ് കണക്കാക്കിയ ഇജല്ലിഹ ലി വഖ്തിഹ, അള്ളാഹു കണക്കാക്കിയ ഒരു സമയത്താണ് കാര്യങ്ങൾ നടപ്പിലാവുക. അതുവരെ ചില പരീക്ഷണങ്ങൾ, ചില ദുരന്തങ്ങൾ, ചില അസ്വസ്ഥതകൾ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതൊക്കെ ഈ ലോകത്തിൻ്റെ തർത്തീബിൻ്റെ ഭാഗമാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മലക്കൂത്ത് അള്ളാഹുമായിട്ട് മനസ്സിനെ ബന്ധിപ്പിച്ചു. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം വലിയൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ഏതെങ്കിലും സാധാരണക്കാരോട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ അല്ല മൂസ നബി അലൈഹിസ്സലാം പോകുന്നത്. ഒരു പ്രോട്ടോക്കോളും അനുവദിക്കാത്ത നിരന്തരമായ ആവശ്യപ്രകാരം മൂസ നബി അലൈഹിസ്സലാമിന് അനുമതി നൽകപ്പെടുകയാണ് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ. ഫറോവ മൂസ നബിയെ വളർത്തിയ ആളാണ്, പക്ഷെ മൂസ നബിയോട് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം പേടിച്ചത്. അല്ലെങ്കിൽ മൂസ നബി അലൈഹി സ്വലാം ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന ആളല്ലേ. അബദ്ധത്താൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോഴും കൊലപാതക കുറ്റം തൻ്റെ തലയിൽ ചാർത്തപ്പെടാൻ മാത്രം മൂസ നബി അലൈഹി സ്വലാം പേടിക്കാൻ കാരണം മൂസ നബിക്ക് ഇൻഹൗസ് സപ്പോർട്ടില്ല. ആകെ ആസിയ ബിയുടെ സപ്പോർട്ടേ ഉള്ളൂ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ കുട്ടിയായിരുന്നപ്പോഴും അതിന് ശേഷവും ഫറോവക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പേടിച്ചു പോയിട്ടുണ്ട്. ഫറോവയുടെ താടിക്കൊരിക്കെ പിടിച്ചിട്ട് മൂസ നബി വല്ലാതെ വലിച്ചിട്ടുണ്ട്. അയാൾക്ക് വേദനയായിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് അത്ഭുതപ്പെട്ടു. പടച്ചോനെ, എന്തായിരിക്കും അതൊക്കെ? ഒരു കുട്ടിയെ കൊണ്ട് അള്ളാഹു ഇത് ചെയ്യിപ്പിക്കുകയാണ്. തഫ്സീർ റാസിയിലും ഖുർത്തുബിയിലും അതിൻ്റെ ശകലങ്ങൾ, റാസിൽ ഇച്ചിരി കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ തഫ്സീർ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ അത്ഭുതപ്പെട്ടു പോകും. പടച്ചോനെ, ഒരു 3 വയസ്സോ 2.5 വയസ്സോ 3 വയസ്സോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഫിർഔൻ മര്യാദക്ക് അവിടെ ഇരിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം എന്ന കൊച്ചു കുഞ്ഞവിടെ ചെന്ന് ഫറോവയുടെ താടിക്ക് പിടിച്ച് വലിച്ചു. ആൾക്ക് വേദനിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ കുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പിടുത്തം എന്തായിരിക്കും? അപ്പോഴാണ് ആസിയ ബീവി ഒരു ട്രിക്ക് പ്രയോഗിച്ചത്. ഈ കുട്ടി വകതിരിവില്ലാത്ത കുട്ടിയല്ലേ, ആ കുട്ടിയോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അങ്ങനെ തിന്നാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ തീക്കനൽ വെച്ച് കൊടുക്കുകയാണ്. തീക്കനലുണ്ട്, തിന്നാൻ പറ്റുന്നതും. മൂസ നബി അലൈഹിസ്സലാം തീക്കനൽ എടുക്കുകയും വായിലേക്ക് ഇടുകയും ചെയ്തു. അങ്ങനെ നാവ് ബേണായിട്ടാണ്. അവിടെ മുതൽ സംസാരശേഷി മൂസ നബി അലൈഹിസ്സലാമിന് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. മഹാനവൾക്ക് വിക്കുണ്ടാവുകയുണ്ടായി. നാവ് കൊണ്ട് സംസാരിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ തീക്കനൽ വായിലേക്ക് ഇട്ടപ്പോഴാണ് ഫറോവയുടെ മുമ്പിൽ ബോധ്യമാകുന്നത്, ഇത് കഥ അറിയാത്തൊരു ചെറിയ കുട്ടിയാണല്ലോ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഹിൻഡുകൾ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫറോവക്ക്. അതുകൊണ്ട് തന്നെ അയാൾക്ക് മൂസ നബി അലൈഹിസ്സലാമിനെ പിടിച്ചിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാമിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട്, ഒരു മിസ്റ്റേക്ക് കണ്ടാൽ മൂസ അലൈഹിസ്സലാമിനെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഫറോവയുടെ മനസ്സിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫറോവയോടൊരു അറ്റാച്ച്മെൻറ്റ് മൂസ നബിയുടെ മനസ്സിലും കൊടുത്തിട്ടില്ല. അതും വലിയൊരു അത്ഭുതമാണ്. അസാ അൻ യൻഫഅന എന്ന് പറഞ്ഞത് ആസി ബീവിയാണ്. ആസി ബീവിക്ക് അതിന് ഉപകാരം കിട്ടി. നമുക്കുപകാരം രണ്ടുപേർക്കും കിട്ടും എന്ന് പറഞ്ഞപ്പോഴേ ഫിർഔൻ എന്ത് പറഞ്ഞു? അമ്മാ ലക്കി ഫനഅം വലിയ ഫല, നിനക്കുപകാരം കിട്ടിയെങ്കിൽ എനിക്കുപകാരമൊന്നും വേണ്ട. അതിനെ സംബന്ധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ ഖാല ഫിർഔനെങ്ങാനും നഅം എനിക്കും ഉപകാരം കിട്ടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലആമന ബിഹി വസദ്ദഖ, മൂസ നബിയെ വിശ്വസിക്കാനുള്ള തൗഫീഖ് അയാൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അതും അയാൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ചെറിയ കുട്ടികളോടും അല്ലാത്തവരോടൊക്കെ സംസാരിക്കുമ്പോഴേ പറഞ്ഞു പോകുന്ന വാക്കുകളിൽ അത്തരം പദപ്രയോഗങ്ങൾ പെട്ടുപോകുന്നത് ശ്രദ്ധിക്കണം. അറിയാതെ വന്നു പോയി കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ പറയുമ്പോഴേ നമുക്ക് ഉപകാരപ്പെടില്ല, അല്ലെങ്കിൽ ഗുണമൊന്നുമില്ല, വെറുതെ പഠിപ്പിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കൊരു പക്ഷേ മക്കൾക്ക് ലാ തദുഉ അലാ ഔലാദിക്കും വലാ അലാ അംവാലിക്കും വലാ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ ദേഹത്തോട്, നിങ്ങളുടെ സമ്പത്തിനോടോ, നിങ്ങളുടെ ലാ തദുഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെയോ നിങ്ങൾക്കെതിരെയോ സമ്പത്തിനെതിരെയോ നിങ്ങൾ കേടായിട്ട് ദുആ ചെയ്തു പോകരുത്. ഫഇന്നകും ലാ തുവാഫിഖു സാഅത ഇജാബത്തിൻ ഇല്ല ഇസ്തജാബ ലക്കും, ഒരു പക്ഷേ നമ്മൾ ചോദിക്കുന്ന സമയം ഉത്തരം കിട്ടേണ്ട സമയമാണെങ്കിൽ അങ്ങോട്ട് ഉത്തരം കിട്ടിയേക്കും. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, നാട്ടിൽ ഗസ്വത്ത് ബത്നു ബുവാത്ത് എന്ന് പറയുന്നൊരു യുദ്ധത്തിൽ തങ്ങൾ സംബന്ധിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണൊരൊട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ്. തങ്ങളുടെ കൂടെ ഗസ്വത്തിലേക്ക് വരുന്ന പെണ്ണാണ്. ആ യുദ്ധത്തിലെ ശുശ്രൂഷകൾ ചെയ്യാനൊക്കെ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ വരാറുണ്ടായിരുന്നു, സ്വഹാബിയാത്തുകൾ. അപ്പോൾ ആ പെണ്ണിൻ്റെ ഒട്ടകം, ആ സ്വഹാബിയത്തിൻ്റെ ഒട്ടകം എണീക്കണില്ല. അപ്പോൾ ദേഷ്യം വന്നു. ഒട്ടകല്ലേ, അതിനും വല്ല മസിൽ പെയിനും മുട്ടുവേദന ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. ആ പെണ്ണതിനടിച്ചു. ആ ഒട്ടകം മെല്ലെ അങ്ങ് എണീക്കുന്നത്. എണീറ്റ് നടന്ന് മെല്ലെ നടക്കുമ്പോൾ ഈ പെണ്ണിന് ദേഷ്യം വന്നു. ചില വണ്ടി അങ്ങനെ ഗിയർ മാറ്റിയാലും പോകണില്ല, ദേഷ്യം വരില്ല. ഇപ്പുറത്തെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, സിഗ്നലിന് എല്ലാവരും പി 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 എന്ന് ഓണടിക്കണം, വണ്ടി നീങ്ങണ്ടേ, അങ്ങനെയൊക്കെ ചിലപ്പോൾ പെട്ടുപോകും. അപ്പോൾ ഈ പെണ്ണിന് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം വന്നിട്ട് ആ പെണ്ണ് ഇംഷി ലഅനകില്ല അല്ലെങ്കിൽ അൻസി മൽഊന, നടക്കൊട്ടകമേ അള്ളാഹു നിന്നെ ശപിക്കട്ടെ, നീ ശപിക്കപ്പെട്ട ഒട്ടകമാണ് എന്ന് പറഞ്ഞു. അതവർക്ക് അവരുടെ ഭാഷയിൽ അങ്ങ് അറിയാതെ വന്നു. അറബികൾക്ക് ആ ഒരു ലഅനത്തിൻ്റെ സ്വഭാവം കൂടുതൽ കാണാറുണ്ട്. അത് അവരങ്ങനെ പറഞ്ഞു പോകും. അവരുദ്ദേശിക്കുമ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് ശപിക്കുക എന്നവർക്ക് മനസ്സിലും നാവിലിന് പോലും ഉണ്ടാവില്ല, അങ്ങനെ അങ്ങ് പറയും. പക്ഷെ ചില സമയങ്ങൾ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ചിലപ്പോൾ ഉത്തരം നൽകിയേക്കും അതിന്. ഇത് കേട്ടപ്പോൾ തങ്ങൾ എന്ത് പറഞ്ഞു? അൻസിലുഹ, ആ പെണ്ണിനെ ഒട്ടകപ്പുറത്ത് താഴെ ഇറക്കി എന്ന് പറഞ്ഞു. വൻസിലു മതാഅഹ, അവളുടെ ലഗേജൊക്കെ ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഒട്ടകത്ത് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യരുത്, ഫഇന്നഹാ മൽഊന, ആ ഒട്ടകം ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ പെണ്ണിന് വാഹനം ഉണ്ടായിട്ടില്ല. അത് ചില സമയങ്ങൾ ഇപ്പോൾ തങ്ങൾക്കത് മനസ്സിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളതങ്ങനെ, ഒരുപക്ഷെ നമ്മുടെ വീട്, ആ വീടിനെ സംബന്ധിച്ച് ശപിച്ചു, അവിടെ ശാപം സംഭവിച്ചേക്കും. അപ്പോൾ ആ ഒട്ടകം അങ്ങനെ തങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആ ഒട്ടകത്തെ അഴിച്ചു വിട്ടു. ഇല്ലെങ്കിൽ ആ ശാപവും അതിൻ്റെ ഭാരവും പേറിയിട്ട് ആ പെണ്ണ് ജീവിക്കുകയോ അതിനൂടെ യാത്ര ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ അത് വലുതായിരിക്കും, നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ശാപത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞു പോവരുതേ എന്ന്, മക്കളെക്കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞു പോവരുത് എന്നാണ് മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് സൂചിപ്പിക്കുന്നത്, അത് വീണ്ടും ആവർത്തിക്കുകയല്ല. സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ ഫറോവയ്ക്ക് മൂസ നബിയുടെ ദഅവത്ത് ഉപകാരപ്പെടുന്നില്ല. അത് ആ ഒരു വാക്ക് മാത്രമല്ല, ഫറോവയുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളും അങ്ങനെയാണ്. അയാളുടെ ധിക്കാരവും അധികാരവും അയാളുടെ താൻപോരിമയും എല്ലാം പ്രകടമാക്കുന്ന വാക്കുകളാണ് ഫറോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ. അല്ലാഹു സുബ്ഹാനഹു വതആല
ഇങ്ങനെ കാര്യങ്ങളെ നമുക്ക് എളുപ്പമാക്കി തരുന്നതിന് ദുആഇന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും വലാ തനിയാ ഫീ ദിക്രി എന്ന് പറയുന്നുണ്ട് ഇവിടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري. അതിനു മുമ്പ് മദീനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അല്ലേ? فلبثت سنين في أهل مدين ثم جئت على قدري يا موسى. മദീനുകാരുടെ കൂടെ മൂസ നബിയെ നിങ്ങൾ വർഷങ്ങൾ താമസിച്ചു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ 28 വർഷം മൊത്തത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം. 10 കൊല്ലം മഹറാണ്. പിന്നെ 18 കൊല്ലം അമോഷൻ്റെ കൂടെ തന്നെ താമസിച്ചു. ഷുഐബ് നബിയുടെ കൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അവർക്ക് സഫൂറ ബീവിക്ക് മൂസ നബിക്ക് മക്കളുണ്ടായി. അവിടെ മൂസ നബി അലൈഹി സ്വലാമിന് ആടുകളുണ്ടായിരുന്നു. സ്വന്തമായി ജോലി ചെയ്ത് ഉണ്ടാക്കിയ കാശുകൊണ്ട് മൂസ നബി ആടുകൾ വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കിയിട്ടാണ്, ഒരു പ്രവാസിയായി ജീവിച്ചിട്ടാണ് മൂസ നബി അലൈഹി സ്വലാം ജന്മനാട്ടിലേക്ക് ഈജിപ്തിലേക്ക് 28 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത് എന്ന് ഞാനിപ്പോൾ ഇന്ന് തഫ്സീർ നോക്കുമ്പോൾ കാണുകയുണ്ടായി. ഞാൻ ആദ്യം 10 വർഷം താമസിച്ച് പോകുന്നു എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഖുർത്തുബിയിൽ കാണുന്നുണ്ട് 28 വർഷം മൂസ നബി അലൈഹി ഇസ്ലാം അവിടെ താമസിച്ചിട്ടുണ്ട്. അത് 18 വർഷം ആ ഒരു മഹറിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ فلبثت سنين في أهل مدين ثم جئت على قدري يا موسى. മൂസ നബിയെ നിങ്ങൾ ثم جئت على قدر കൃത്യമായ നുബുവത്തിൻ്റെ ഒരു സമയമെത്തിയപ്പോൾ നിങ്ങൾ നുബുവത്തുമായി കടന്നു വന്നു. ആ നുബുവത്തിൻ്റെ കാലഘട്ടം 40-ാമത്തെ വയസ്സാണ്. ഈ ആയത്ത് 40-ാമത്തെ ആയത്താണ് സൂറത്ത് ത്വാഹയിലെ. ثم جئت على قدر يا موسى. ഖദർ എന്ന് പറഞ്ഞത് നുബുവത്തിൻ്റെ വർഷം, നുബുവത്തിൻ്റെ പ്രായം എന്നാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. ആയത്തിൻ്റെ നമ്പർ 40 അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് ചെയ്തത്, നുബുവത്ത് കൊടുത്ത വർഷം 40-ാമത്തെ വയസ്സിലാണല്ലോ. واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري. واصطنعتك لنفسي. മൂസ നബിയെ ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകമായി നിങ്ങളെ വളർത്തിയെടുത്തതാണ്. വസ്ത്വനഅതുക, അങ്ങയെ ഞാൻ പ്രത്യേകമായി സുൻഅ ചെയ്തെടുത്തു. അല്ലാഹു സുബ്ഹാൻ, ഇത് അല്ലാഹുവിൻ്റെ ഫضലാണ്. ഇത് അല്ലാഹു തആല യുഅ്തി മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ചില ആളുകൾക്ക് കൊടുക്കുന്നതാണത്. അത് മനുഷ്യർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ടാവും, കൂടെ വളർന്നത്, കൂടെ കളിച്ചവർ, കൂടെ പഠിച്ചവർ. പക്ഷേ നമ്മളും അവരും ഒരു പക്ഷേ വലിയ വ്യത്യാസത്തിലായിരിക്കും. എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വന്നിരുന്നു. അദ്ദേഹം ഒരു മലയാളിയല്ല, നമ്മുടെ ഇന്ത്യക്കാരനായൊരു ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാം. അദ്ദേഹം അജ്മാലി ഇമാമായിരുന്നു. ഇപ്പം അദ്ദേഹം UK-യിലാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടതും അയാളുമായി ഇടപഴകിയ കഥയൊക്കെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ആക്സസ് ഇല്ലാത്ത വിധം അദ്ദേഹം വലിയൊരു സ്ഥാനത്തെത്തിപ്പോയി എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് പഴയ പോലെ വിളിച്ചാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാളെ കാണാൻ പറ്റാറില്ല. അദ്ദേഹം വലിയ ഒരു തിരക്ക് പിടിച്ചൊരു ലോകത്തേക്ക് അദ്ദേഹം മാറി. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഫാമിലിയൊക്കെ UK-യിൽ സെറ്റിൽഡാണ്. പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റേതായ ചില ദഅവത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. വസ്തുനഅതുക ലിനഫ്സ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില തദ്ബീറുകൾ അല്ലാഹു ചില സൃഷ്ടികളിൽ അല്ലാഹു നടപ്പാക്കുകയാണ്. അത് എങ്ങനെ, എപ്പോ, ആർക്ക് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു തആല ചില ആളുകളെ റബ്ബ് തആലയ്ക്ക് വേണ്ടി അല്ലാഹു ഡിസൈൻ ചെയ്തെടുത്തു എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അതാണ് വസ്തുനഅതുക ലിനഫ്സി. ഈ തർബിയത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചേഞ്ച് വരാൻ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അത് നല്ലതിലേക്കും ചീത്തയിലേക്കും സംഭവിക്കും, വളരെ പെട്ടെന്നാവും. നമ്മൾ വിചാരിക്കാവുന്ന സമയമൊന്നും അതിനെടുക്കണമെന്നില്ല.
പെട്ടെന്ന് നന്നാവാൻ കഴിയുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇമാം മഹ്ദി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളൊക്കെ അങ്ങനെയാണ്. യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, 24 മണിക്കൂർ കൊണ്ടാണ് ഇമാം മഹ്ദി എന്ന് അറിയപ്പെടാൻ പോകുന്ന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്നൊരു മഹാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം മഹ്ദിയുടെ മഖാമിലേക്ക് ഉയർത്തുന്നതും ആ നാമകരണം ചാർത്തപ്പെടുന്നതും അദ്ദേഹം ഖിലാഫത്തിൻ്റെ അഹ്ലായി മാറുന്നതും യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, ഒരു രാത്രി ഒരു പകൽ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ടാണ്. അതുവരെ ഇമാം മഹദിക്ക് പോലും അറിയില്ല ഞാൻ മഹദിയാണ്. ഒരു മുഹമ്മദാണ് പേര്, വാപ്പാൻ്റെ പേര് അബ്ദുള്ളയാണ്, തങ്ങളുടെ കുടുംബമാണ്. മിൻ അഹ്ലി ഖുറാസാൻ, പേർഷ്യയുടെ ആ മേൽഭാഗത്ത് നിന്ന് എവിടെയോ, അതായത് അസർബൈജാനോ ഉസ്ബക്കോ അല്ലെങ്കിൽ തുർക്ക്മെനിസ്ഥാനോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള റഷ്യയുടെ പഴയകാല സോവിയറ്റ് യൂണിയൻ്റെ ഭാഗങ്ങളായ ആ പ്രദേശത്ത് നിന്നായിരിക്കും വരിക. അത്രയും നമുക്കറിയുള്ളൂ. പക്ഷെ അവിടെ ഒരുപാട് മുഹമ്മദ് ബിൻ അബ്ദുള്ളകളുണ്ട്, ഒരുപാട്. ഇമാം ബുഖാരി തങ്ങളുടെ നാടല്ലേ അത്? ഇമാം ബുഖാരി തങ്ങളുടെ നാടാണ്, തുർമുദി ഇമാമിൻ്റെ നാടാണത്. അപ്പോൾ അവർക്ക് പോലും അറിയില്ല ഇമാം മഹദിക്ക് താൻ മഹദിയാണ്, തങ്ങൾ മഹദിയാണ് എന്ന് ബോധ്യപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടാണ്. അതുവരെ അള്ളാഹുവരെ വളർത്തിക്കൊണ്ടുവരെയായിരിക്കും ഉണ്ടാവുക. യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, അങ്ങനെ വളരെ പെട്ടെന്ന് ചേഞ്ചുകൾ വരുന്ന ആളുകളുണ്ട്. വസ്തനഅതുക ലിനഫ്സി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന വിധം ചില ആളുകളെ അള്ളാഹു പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഒരു സ്പോർട്സ് അക്കാഡമിയിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടാണ് വലിയൊരു മന്ത്രിയുടെ മോന് അവിടെ എത്തി. അവിടുന്ന് ഹാഫിളായി ആലിമായി തിരിച്ചു വന്നത്. മകനെ പറഞ്ഞയച്ചത് കളിക്കാരനായി മാറാണ്. ഫുട്ബോൾ ക്ലബിലേക്ക് പറഞ്ഞയച്ചതാണ്, UK പറഞ്ഞയച്ചതാണ്. വാപ്പയുടെ പ്രതീക്ഷ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നായിരുന്നു. പക്ഷേ മകൻ തിരിച്ചു വന്നത് ഹാഫിളും ആലിമുമായിട്ടാണ്. എന്നൊരു വലിയ പള്ളീൻ്റെ ഇമാമാണ് അദ്ദേഹം. ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില വസ്തനഅതുക ലിനഫ്സി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുക്കേണ്ട ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. നമ്മളെല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. ദീനിൻ്റെ ദഅവത്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. അതിന് ചില ആളുകൾക്ക് അള്ളാഹു തആല അറിവും മനക്കരുത്തും തൗഫീഖും കൊടുത്തിട്ട് അങ്ങോട്ട് വിടുകയാണ്. അവരെ അള്ളാഹു തആല തിരഞ്ഞെടുക്കുക. അത് റബ്ബ് തആല ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്. വസ്തനഅതുക ലിനഫ്സി, അങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആലിമീങ്ങൾ ലോകത്ത് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാരും ഒരു പക്ഷേ പഠിക്കുന്ന കാലത്തോ ഗ്രാജുവേഷൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുമ്പോഴോ PG ചെയ്യുമ്പോഴോ ഒരു ആലിമാവണം, ഒരു ദാഴിയാവണം, ഒരു പണ്ഡിതനാവണം, ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യണം, ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്യും, ഇതൊന്നും ഒരുപക്ഷെ ചിന്തയിൽ പോലും വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ആ ഒരു ലൈനിലേക്ക് അങ്ങോട്ട് മാറ്റിക്കൊടുക്കും. വസ്തനഅതുക ലിനഫ്സി, എന്തിനെന്നറിയോ? അള്ളാഹിൻ്റെ കലാം സത്യമാണെന്ന് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ അവസരമുണ്ടാവാൻ. ഇത് നുണയാണെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ടാവും. പക്ഷെ ഇപ്പുറത്ത് പരമമായ സത്യം ഇതാണ്. അതാണ് വലിയ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ള വലിയൊരു അത്ഭുതം അതാണ്. 2 തലവും കാണാൻ കഴിയും. പച്ചയായ ഒരു കാര്യത്തെ നിരാകരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വർത്തമാനവും കമൻറ്റും കേൾക്കാം. ഇപ്പുറത്ത് അതിനെ അംഗീകരിക്കുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും അതിൻ്റെ ആശയത്തെ ശരിയായി അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്ന നല്ല മനുഷ്യരെയും കാണാൻ കഴിയും. രണ്ടും നമുക്കിങ്ങനെ ബാലൻസ് ചെയ്ത് കാണാൻ കഴിയുന്നത്. അവിടെയാണ് മനുഷ്യൻ്റെ ബുദ്ധി വർക്ക് ചെയ്യേണ്ടത്. ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്, ആരാണീ പറയുന്നത്, എന്താണീ പറയുന്നത്. അങ്ങനെ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യർക്ക് ഇഖ്തിയാർ അല്ലാഹു നൽകി. ആ ഇഖ്തിയാറിനാണ് സ്വർഗം കൊടുക്കുന്നത്, ആ തെരഞ്ഞെടുക്കുന്നതിന്. വസ്തനഅതുക ലിനഫ്സി, അതുകൊണ്ട് മൂസ നബിയെ എൻ്റെ ദഅവത്തിന് വേണ്ടി അങ്ങയെ നാം പ്രത്യേകമായി പരിചരിച്ച് പരിപാലിച്ച് അങ്ങയെ നാം മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. ഇദ്ഹബ് ഇൽ അൻത വ അഖൂക, നിങ്ങളും നിങ്ങളുടെ സഹോദരനായ ഹാറൂൻ നബിയും, 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഹാറൂൻ അലൈഹിസ്സലാം, നിങ്ങൾ രണ്ടുപേരും ബി ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി പോകണം. വെറുതെ പോയിട്ട് കാര്യമില്ല. നമുക്ക് വിശ്വാസം ഉണ്ടാവും അള്ളാഹു ഏകനാണ്. നേരെ മറിച്ച് ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ ആ മനുഷ്യന് കൺവിൻസിംഗ് ആയിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ആ ദൈവത്തിന് പോയിട്ട് കാര്യമില്ല. കാരണം ലോജിക്കുമായി അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് ലോജിക്ക് വേണം. ചില ആളുകൾക്ക് അതൊന്നും വേണ്ടി വരില്ല. ചില ആളുകൾക്കൊരു അവരുടെ മനസ്സിനോട് സംവദിക്കാൻ കഴിഞ്ഞാൽ ദീൻ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിനോടാണ് ഇത് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ആ മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന പലതിൻ്റെയും ഉത്തരങ്ങളായിരിക്കും കിട്ടുക. ഇപ്പോൾ അയാൾക്ക് സയൻസ് കേൾക്കേണ്ട, ഖുർആൻ്റെ മിറക്കുലസ് ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല, മറ്റൊന്നും ആൾക്ക് കേൾക്കണ്ട.
ദീനിൻ്റെ ആ ഒരു സത്തയായ ആത്മീയത മാത്രം അറിഞ്ഞാൽ ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ചില ആളുകൾക്ക് അത് മതിയാവില്ല. ചില ആളുകൾക്ക് എന്തുകൊണ്ട് ഖുർആൻ, ഹൗ ക്യാൻ യു പ്രൂവ് ഇറ്റ്സ്, ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അതിന് മറുപടി കൊടുക്കേണ്ടി വരും. അതിന് മറുപടി ഉണ്ട്. ആ മറുപടി കൊടുക്കാൻ അറിയാത്തവർ ദഅവത്തിന് പോയാൽ അവിടെ ഫെയിലാവും. അപ്പോൾ പിന്നെ അവരിങ്ങോട്ട് വിളിക്കും. പിന്നെ അങ്ങനെ മനുഷ്യൻ പെട്ടുപോകും. അതുകൊണ്ടാണ് ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ഫറോവൻ്റെ മുമ്പിലേക്ക് പോകണം. അദ്ദേഹം അധികാരമുള്ള ആളാണ്, അയാൾക്ക് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഫറോവ ഇസ്ലാം സ്വീകരിക്കാൻ നിൽക്കായിരുന്നു എന്നാ ആസിയ ബീവി പറഞ്ഞിട്ടുണ്ട്, ഇത് സത്യമാണ്. ഫിർഔൻ സത്യമാണ്, സ്വീകരിച്ചോളൂ. ഹാമാൻ എന്ന് പറഞ്ഞ മന്ത്രിയാ പറഞ്ഞത്. ഹാമാനാ പറഞ്ഞത്, നിങ്ങൾ കുഞ്ച മലിക്കൻ ഫതകൂനു മംലൂക്കൻ, നിങ്ങൾ അധികാരമുള്ള രാജാവല്ലേ, അങ്ങനത്തെ നിങ്ങൾ ഇനി അടിമയായി മാറുക, പടച്ചോൻ്റെ അടിമ. വകുഞ്ച റബ്ബൻ വതകൂനു അബീദൻ, നിങ്ങൾ പടച്ചോനായിരുന്നില്ലേ, അങ്ങനത്തെ പടച്ചവനായി നിങ്ങൾ ഇനി മുതൽ പടപ്പായിട്ട് മാറുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫിർഔനെ വഴിതെറ്റിച്ചത് അയാളുടെ മന്ത്രിയാണ്. ഹിറക്കിൽ രാജാവ് അങ്ങനെയായിരുന്നു. ഹിറാക്ലിയസ്, റോമിൻ്റെ ഭരണാധികാരി. റോം ഭരണാധികാരി എന്ന് പറഞ്ഞാൽ തുർക്കിൻ്റെ ഭരണാധികാരി. അന്നത്തെ തുർക്കിയാണ് റോം. ഇസ്തംബൂൾ അതാണ് അന്നത്തെ റോമിൻ്റെ ആസ്ഥാനം, അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അദ്ദേഹം ഫലസ്തീനിലേക്ക് വന്നപ്പോഴേ, ജെറൂസലേമിൽ വന്നപ്പോഴേ മക്കക്കാരായ കച്ചവടക്കാരെ വിളിച്ചു വരുത്തിയില്ലേ? അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായിരുന്നില്ല, മഹാൻ. അദ്ദേഹം അന്ന് ആ സംഘത്തിലുണ്ട്. ഹദീത്ത് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തു എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ദീർഘമായ ഒരു സംഭാഷണമുണ്ട്. അബൂ സുഫിയാനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അദ്ദേഹം ചോദിച്ചല്ലോ കുറേ ചോദ്യങ്ങൾ. അങ്ങനെ ഹിറക്കിൽ രാജാവ് മുസ്ലിം ആവാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഫുള്ളി കൺവിൻസ്ഡ്. അദ്ദേഹം പറഞ്ഞു, വഖദാലിക്കൽ അംബിയ, അംബിയാക്കന്മാർ ഇങ്ങനെ തന്നെയാണ്, ഓരോന്നിനും മറുപടി അങ്ങനെയാണ് അംബിയാക്കന്മാർ. കൂടെ കൂടിയ ആളുകൾ കൂടുതൽ മുതലാളിമാരാണോ പാവപ്പെട്ടവരാണോ? പറഞ്ഞു പാവപ്പെട്ടവരാണ്. ഈ പ്രവാചകൻ മുമ്പ് ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ഉപ്പയോ വല്ലിപ്പയോ രാജാധികാരം കൈയാളിയിട്ടുണ്ടോ? അങ്ങനെ രാജഭരണം തിരിച്ചു പിടിക്കാനുള്ള ട്രിക്കാവോ ഈ പ്രവാചകത്വവുമായി വന്ന വാദം എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, വാപ്പമാരിലൊന്നും രാജാക്കന്മാരൊന്നുമില്ല. അബ്ദുല്ലാഹി തങ്ങൾ, അബ്ദുൽ മുത്തലിബ് രാജാക്കന്മാരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ ഇസ്രായേലിൻ്റെത് തട്ടിവിട്ടു അബൂ സുഫിയാൻ. പിന്നെ ഇപ്പടി കഴിഞ്ഞ മാസം ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിഷയം മാത്രം ഞങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല. ഇവിടെ വന്നു, ആകാശലോകത്ത് വന്നു പോയി എന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് വിശ്വാസമായില്ല. വേറെ കളവൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ അവിടുത്തെ പാട്രിയാർക്കീസ് അതിന് വിശദീകരണം കൊടുത്തു. അങ്ങനെ ഒരു പ്രവാചകന്മാരുടെ സമ്മേളനം നടന്നത്
കെട്ടിയിട്ടാണോ പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയാണോ വെക്കേണ്ടത്, അല്ല കൈ ഇങ്ങനെ വെക്കണോ, ഇങ്ങോട്ട് കെട്ടിയിട്ടാണോ സംസാരിക്കേണ്ടത്, അല്ല കൈ താഴ്ത്തി വെക്കണോ? ഏതാണ് ഏറ്റവും വലിയ പവർഫുൾ സ്പീച്ച്? ഓരോ കൈ ഇങ്ങനെ വെച്ചാൽ അതിന് മീനിങ് ഉണ്ട്, ഇങ്ങനെ പിടിച്ച് സംസാരിക്കും അതിനൊരു മീനിങ് ഉണ്ട്, ബാക്കിൽ കെട്ടിയാൽ അതിന് മീനിങ് ഉണ്ട്, കൈ ഇങ്ങനെ കെട്ടിയാൽ അതിനർത്ഥം വേറെയാണ്. ഏറ്റവും സുരക്ഷിതമായ രീതി എന്ന് പറയുന്നത് കൈ സൈഡിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനാണ്. അത് ചിലപ്പോൾ ആ കൈ അവിടെ അങ്ങനെ ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ട് നമ്മളങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെന്ന് വരും. പക്ഷേ അതവിടെ ഒതുക്കി നിർത്താൻ കഴിയണമെന്നാണ്. ഏറ്റവും കൂടുതൽ ഭാവങ്ങളെ അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും സ്വതസിദ്ധമായ കോൺഫിഡൻ്റ് ഉള്ളൊരു മോഡെന്ന് പറയുന്നത് കൈ സൈഡിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയെന്നാണ്. സ്പീച്ച് ചാനലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൈ വെച്ചോളാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെറുതെ മൈക്കിന് മുമ്പിൽ നിൽക്കുകയാണ്, ആളുടെ മുമ്പിൽ നിൽക്കുകയാണ്, കൈ ഇങ്ങനെ നേരെ താഴ്ത്തിയിടാണ് വേണ്ടത്. പിന്നെ ശബ്ദത്തിൻ്റെ ടോണുകളെക്കുറിച്ച് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് വായിച്ചിരുന്നു. ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഖൂലാലഹു ഖൗലൻ ലയ്യൻ, ഇത് ഖുർആനിൻ്റെ വലിയൊരു അത്ഭുതമാണ്. വളരെ സോഫ്റ്റ് ടോക്ക്. ഇപ്പം എത്ര നമ്മൾ ഒരു കാര്യം നെഗേറ്റ് ചെയ്യുകയാണ്, ഒരു കാര്യത്തെ നമ്മൾ എതിർക്കുകയാണ്, അല്ല പറ്റൂല എന്ന് പറയാണ്, അത് നമ്മുടെ ശബ്ദവീചികളെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നാണ്. നമ്മൾ എത്രത്തോളം ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടോ, നോ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞാൽ അതാരും കേൾക്കൂല എന്നാ, മൈൻഡ് ചെയ്യൂല എന്നാ. നേരെ മറിച്ച് നോ, ആ കാര്യം നടക്കൂല, അത് വളരെ സോഫ്റ്റായിട്ടൊരു നോയിൽ നിർത്തി, അതിനപ്പുറത്ത് പിന്നെ അതിനെ ആവർത്തിക്കേണ്ട കാര്യമല്ല. അത് നൽകുന്ന മീനിങ്ങും നേരത്തെ പറഞ്ഞതും രണ്ടും രണ്ടാണെന്നാണ്. ശബ്ദവും സംസാരവും മനുഷ്യൻ്റെ ബ്രെയിനിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് ബ്രെയിനിനൊരു ട്യൂണിങ് പടച്ചവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് മാച്ചാവുന്ന രീതിയിലുള്ള ശബ്ദങ്ങളെ ബ്രെയിൻ സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒച്ചപ്പാട് കേൾക്കും, ചെവിയുള്ളതുകൊണ്ട് എന്തായാലും കേൾക്കും. പക്ഷെ അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഏറ്റവും കൂടുതൽ പവർഫുൾ ആകുന്നത് മനുഷ്യൻ സോഫ്റ്റായിട്ട് സംസാരിക്കുമ്പോഴാണ്. എന്നാൽ ഫേമാണ്. നമ്മൾ സോഫ്റ്റാണ്, പക്ഷേ നമ്മൾ ഫേമാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ പറയുന്ന കാര്യവും നമ്മുടെ തീരുമാനങ്ങളും വ്യക്തമാണ്, ശരിക്കും ബോധ്യമാണ്. എന്താ നമ്മൾ യെസ് ഓർ നോ നമ്മൾ പറയുന്നത് എന്നറിയാം. പക്ഷേ നമ്മൾ ഷൗട്ട് ചെയ്യുന്നില്ല, നമ്മൾ ബഹളം വെക്കുന്നില്ല. ഈ ബഹളം വെക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പ്രഭാഷണകല എന്ന് പറഞ്ഞ വേറൊരു സംഭവമാണ്. പ്രസംഗത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പ്രഭാഷണം ഇപ്പോൾ ഷാജി സാഹിബൊക്കെ ഞരമ്പൊക്കെ ഇങ്ങനെ കാണും, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയവും ആ ഒരു അവതരണവും ആ ഒരു ധൈര്യവും അതൊക്കെ വണ്ടർഫുൾ. അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ തന്നെ ശരിയാവുള്ളൂ. നേരെ മറിച്ച് ഒരു ഡയലോഗ് ചെയ്യുന്നിടത്ത്, ഒരു സംഭാഷണം, ഒരു ടേബിൾ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു മീറ്റിംഗ് അഡ്രസ്സ് ചെയ്തുകൊണ്ട്, നിങ്ങളൊരു CEO ആണ് ഒരു സ്ഥാപനത്തിൻ്റെ, നിങ്ങളുടെ എംപ്ലോയീസുമായിട്ട് നിങ്ങളൊരു ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭം ഒരു അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ സ്വീകരിക്കേണ്ടത് ഖൗലൻ ലയ്യിനൻ, സോഫ്റ്റ് സ്പീച്ചാണ്. ഒരിക്കലും ഷൗട്ട് ചെയ്യരുത്, ഒരിക്കലും ബഹളം വെക്കരുത്. ഒരു പക്ഷേ കമ്പനി പൊളിയാൻ മാത്രമല്ല പണി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ആളുകൾ. അതിനെ തിരുത്താനും കമ്പനിയെ റിഫോം ചെയ്യാനുമുള്ള വലിയൊരു തിയറിയോ സ്ട്രാറ്റജിയോ ആയിട്ടായിരിക്കും അദ്ദേഹം മുമ്പിൽ ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരം സോഫ്റ്റായിരിക്കണമെന്നാണ്. ഒരിക്കലും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നാണ്. മുഖത്തൊരിക്കൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇത് വലിയ രസമുള്ള ഡയലോഗുകൾ ഫിർഔൻ പറയുന്നുണ്ട്. അത് ഓരോന്നും നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നതല്ല. അത് ഓരോന്നും കീറിമുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ കിട്ടുന്ന വലിയൊരു മനോഹരമായൊരു മെസ്സേജുണ്ട്. ഫറോവ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മഹാനവറുകൾ കൊടുക്കുന്ന മറുപടി ഭയങ്കര അത്ഭുതമാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്. അപ്പം അന്ന് റസൂലുകൾ വരിക എന്ന് പറഞ്ഞാൽ പുതുമുള്ള കാര്യമല്ല. അമ്പിയാക്കന്മാർ ഓരോ നാട്ടിലും വരുന്നുണ്ട്. അവിടെ ഓരോ ലൊക്കാലിറ്റിയിലും ഓരോരോ നബിമാരുള്ള കാലമാണ്. ആയിരക്കണക്കിന് പ്രവാചകന്മാർ ബനു ഇസ്രായേൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫറോവയെ സംബന്ധിച്ചിടത്തോളം റസൂലോ അങ്ങനെയൊന്നും ആ ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ട് റസൂലാണ് എന്ന ചോദ്യം വരും. മൂസ നബി അലൈഹി ഇസ്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ,
ഞങ്ങൾ രണ്ടുപേരും ഇന്നാ റസൂലാ റബ്ബിൽ ആലമീൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ 2 റസൂലുമാരെന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും മെസ്സേജ് ഒന്നാണ്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയേണ്ടതിന് പകരം ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ ലോകത്തിൻ്റെ പരിപാലകനായൊരു പടച്ചവനുണ്ട്, അത് നിങ്ങളല്ല ഫിർഔൻ, ആ പടച്ചവൻ നിയോഗിച്ച റസൂലാണ് ഞങ്ങൾ. അപ്പോഴേക്കും ഒരു വേൾഡ് വിഷൻ, ഒരു വേൾഡ് വ്യൂ മഹാനായ മൂസ നബി അവതരിപ്പിച്ചു കഴിഞ്ഞു. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങി നിൽക്കേണ്ടവരല്ലെന്നും നമുക്ക് മുമ്പിൽ ലോകങ്ങളുണ്ടെന്നും മൾട്ടിവേഴ്സ് നമ്മുടെ മുമ്പിലുണ്ടെന്നും ഇങ്ങനെയൊക്കെ മൂസ നബി അലൈഹിസ്സലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫറോവയുടെ മുമ്പിൽ കിടക്കുന്ന അയാളുടെ ഉള്ളിലെ മനസ്സിൻ്റെ ചില ഭാവങ്ങളെ പൊളിച്ചെഴുതാനാണ്. ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. അപ്പോൾ ഫിർഔൻ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ വളർത്തിയതല്ലേ? ആ ചോദ്യത്തിൽ പലരും പെട്ടുപോകും. ഫിർഔൻ ആ ചോദ്യം ചോദിച്ചു. പേഴ്സണലി മൂസ നബി അലൈഹി ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്തു. മൂസ നബി കൊടുക്കുന്ന മെസ്സേജ് വേറെയാണ്, പക്ഷെ അതിനെ ഡൈവേർട്ട് ചെയ്തു. അത് മുനാദറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അറബിയിൽ സംവാദശാസ്ത്രമുണ്ട്, എങ്ങനെയാണ് സംവദിക്കേണ്ടത്, സംവാദത്തിന് ചില മര്യാദകളും ചില പ്രോട്ടോക്കോളുകളൊക്കെ പഠിപ്പിക്കുന്ന ഇൽമുൽ മുനാദറയുണ്ട്. ഓക്കെ, അതിൽ ഇങ്ങനൊരു വിഷയം വരും. അതിന് ഗസ്ബ് എന്നാണ് പറയുക. നമ്മുടെ എതിർകക്ഷിയുടെ അവകാശങ്ങളെ തട്ടിപ്പറിച്ചിട്ട് അയാളെ വേറെ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ ഗസ്ബ് ചെയ്യരുത് എന്നാ. ഇപ്പോൾ സംവാദത്തിന് പോകണത് ഇതൊന്നും പഠിച്ചിട്ടൊന്നല്ല പോണത്, അത് വേറെ വിഷയം. ഇമാം ഷാഫിഈ ഞങ്ങൾ സംവാദത്തിന് പോകുമ്പോൾ മഹാനവർ ദുആ ചെയ്തിട്ട് പോകും, അല്ലാഹുവേ സത്യം എൻ്റെ മറുപക്ഷിയുടെ കയ്യാൽ എനിക്ക് കാണിച്ചു തരണമേ. അങ്ങനെ തുറന്നിട്ടാ പോവുക മഹാനായ ഷാഫി ഇമാമിൻ്റെ പക്ഷമായിരിക്കും അതിൽ ശരി. പക്ഷേ മഹാൻ അങ്ങനെ പറയാം, അല്ലാഹുമ്മ അരിൽ ഹഖ് അലാ യദൈ ഖസ്മി, എൻ്റെ മറുപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും ഒരുപക്ഷെ സത്യം, അതെനിക്ക് കാണിച്ചു തരണമേ എന്ന്. സുബ്ഹാനല്ലാഹ്. എന്നാരെങ്കിലും അങ്ങനെ ഉണ്ടോ? എന്തായാലും കയ്യൊട്ടണം, തക്ബീറെല്ലാം കൊണ്ടല്ലോ കൊണ്ടിരുത്തുക. തോറ്റാലും ജയിച്ചാലും നമ്മൾ തന്നെ ജയിച്ചതെന്ന് പറയാം. അപ്പോൾ അത് പോട്ടെ. മൂസ നബി അലൈഹിസ്സലാമും ഫറോവയും നടക്കുന്ന ഈ ഒരു സംവാദത്തിൻ്റെ രീതി നോക്കണം. ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഇതൊക്കെ സൂറത്ത് ശുഅറായിലാണ്. ഖാല അലം നുറബ്ബിക ഫീനാ വലീദാ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാന്ന് പറഞ്ഞപ്പോഴേ നിന്നെ ചെറിയ കുട്ടിയായപ്പോൾ ഞാനല്ലടോ വളർത്തിയത്. അലം നുറബ്ബിക ഫീനാ വലീദാ വലബിത്ത ഫീനാ മിൻ ഉമുരിക സിനീൻ, പിന്നെ ഒരുപാട് കൊല്ലം എൻ്റെ അന്നം കഴിച്ചിട്ടല്ലേ നീ ജീവിച്ചത്. വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത, പിന്നെ നീ ഒരു കാര്യം ചെയ്തല്ലോ അന്ന് എന്ന് പറഞ്ഞാൽ അന്നൊരാൾ അബദ്ധത്തിൽ ആൾ മരിച്ചുപോയില്ലേ. അൻത മിനൽ കാഫിരീൻ, നന്ദി കേട് ചെയ്യാൻ വന്നിരിക്കുകയാണല്ലേ. മൂസ നബി അലൈഹിസ്സലാം അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. മൂസ നബി അതിന് മറുപടി കൊടുത്തു കേട്ടോ. ഖാല ഫഅൽതുഹാ ഇദൻ, ശരിയാണ്, ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. വഅന മിനദ്ദാല്ലീൻ, എനിക്കത് പിഴച്ചുപോയതാണ്, അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അങ്ങനെ ശരിയാണ്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് മൂസ നബി അലൈഹി സ്വലാം. ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തുക്കും, അങ്ങനെ നിങ്ങളുടെ പോലീസുകാരെ പേടിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഫവഹബലി റബ്ബി ഹുക്മ, അങ്ങനെ ലോകരക്ഷിതാവ് എൻ്റെ ആ ഒളിച്ചോട്ട യാത്രയിൽ എനിക്ക് ഹിക്മത്ത് തന്നു. വജഅലനി മിനൽ മുർസലീൻ, എന്നെ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫറോവ പറഞ്ഞിടുന്ന് തുടങ്ങി. എന്നിട്ട് മൂസ നബി ആ സംഭവങ്ങളെ അനുസ്മരിച്ചു. ശരിയാണ്, ഞാൻ ഇവിടെ നിന്ന് ഓടിയതാണ്. കാരണം നുബുവത്ത് കിട്ടിയത് മിസ്റിൽ നിന്നല്ല, നുബുവത്ത് കിട്ടിയത് കൻആനിൽ നിന്ന് വരുന്ന വഴിയിലാണ്, സീനാ പർവ്വതത്തിൻ്റെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് ഞാനങ്ങനെ പോയി. ഫവഹബലി റബ്ബി ഹുക്മ, എൻ്റെ റബ്ബ് എനിക്ക് ഹിക്മത്ത് തന്നു, അറിവ് തന്നു, ജ്ഞാനം തന്നു. വജഅലനി മിനൽ മുർസലീൻ. അപ്പോൾ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, ആരാണടോ ഈ റബ്ബുൽ ആലമീൻ? അള്ളാഹിൻ്റെ നിർദ്ദേശം എന്താണെന്നറിയോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങളെ ശരിക്കും പ്രൊവോക്ക് ചെയ്യുന്ന ചോദ്യം അയാൾ ചോദിക്കും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും യു ഹാവ് ടു കാം ഡൗൺ, ശരിക്കും നിങ്ങൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റായിട്ടേ സംസാരിക്കാവൂ. അതാണ് ശക്തി. ഫറോവ എന്ന ആൾ ദേഷ്യം കൊണ്ട് ആക്രോശിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ സൗമ്യമായിട്ടേ മറുപടി പറയാവൂ. പക്ഷെ നിങ്ങളുടെ മറുപടിയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നോ അടിപിടി കൂടുന്നോ എന്നൊന്നും അവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ സൗമ്യമായിട്ട് നിൽക്കണം. ഇത് ലോകത്ത് എല്ലാ മനുഷ്യരും പഠിക്കേണ്ട ഒരു സയൻസാണ്.
നമ്മളെ ദേഷ്യപ്പിടിപ്പിക്കുന്ന സംഭവങ്ങൾ ചുറ്റുവട്ടങ്ങളിലൊക്കെ നടക്കും. റിലാക്സ്, കാം ഡൗൺ. സൗമ്യമായിട്ട് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ. മറുപടി പറയാതിരിക്കണമെന്ന്, മറുപടി പറയേണ്ടത് മറുപടി പറയുക വേണം. പക്ഷേ നമ്മുടെ മറുപടി ഒരിക്കലും വികാരനിർഭരമാവരുത്. നമ്മളെ മക്കളെ ഇപ്പോൾ വലിയ കുരുത്തക്കേട് ചെയ്തിട്ടുണ്ടാവും. അവരെ വിളിച്ചിരുത്തിയിട്ട് ഒരു സോഫയിലോ ചെയറിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്തോ ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഇരിക്കണേ, നമുക്ക് ചില കാര്യം സംസാരിക്കാനുണ്ട്. ആ സംസാരത്തിലായിരിക്കണം വളരെ സൗമ്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞു, അതിൻ്റെ റിയാലിറ്റി എന്താണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യം സ്ട്രൈറ്റ് ടു ദ പോയിൻ്റാണ്. എന്ത് ചെയ്തോ ഇല്ലയോ, ചെയ്തെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു, എന്തുകൊണ്ടത് ചെയ്തു. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇതാണ്, നമ്മുടെ റിലീജിയൻ ഇതാ പറയുന്നത്, നമ്മുടെ സംസ്കാരവും കാര്യവും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിലൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഇനിയൊരു ആവർത്തനം പാപ്പക്ക് സഹിക്കാൻ കഴിയില്ല. ഈ മിസ്റ്റേക്കിനെ ആവർത്തിക്കുമോ ഇല്ലയോ? ഇല്ല. അത് വരാതിരിക്കാൻ എന്താണ് മോൻ്റെ കയ്യിലുള്ള പ്രിക്കോഷൻ, എന്താണ്, എങ്ങനെ നീ ഇതിനെ തടയും? അപ്പോൾ ചിന്തിക്കും, ഞാൻ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം. ഇങ്ങനെ വളരെ മനോഹരമായൊരു സംഭവത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അവിടെ ഒച്ചപ്പാടും വടികൊണ്ട് 4 അടിയും കൊടുത്ത് ഒച്ചപ്പാടും ബഹളം, നിൻ്റെ മകൻ കണ്ട് നീ വളർത്തിയതാണ് ഇങ്ങനെ, നിൻ്റെ തറവാട് പണ്ട് അങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ? ആ കുട്ടിക്ക് വല്ലതും നേടാൻ പറ്റുമോ? ആ കുട്ടി ചെയ്ത മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നീട് ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ. സോഫ്റ്റ് ടോക്ക് നമുക്ക് സംസാരിക്കാം. എത്ര വലിയ പ്രകോപനമുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും ഒരല്പം ദേഷ്യപ്പെടുമ്പോൾ മിണ്ടാതിരുന്നാൽ മതി. ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുക. ആ സമയത്ത് മിണ്ടാതിരിക്കണമെന്നൊരറിവ് എപ്പോഴും കയ്യിൽ വേണം കേട്ടോ. അത് ഓർമ്മ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൈവിട്ടു പോകും. ദേഷ്യം വരുമ്പോൾ മിണ്ടരുത്, സംസാരിക്കരുത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് വേഗം പുറത്തിറങ്ങിപ്പോവുക. ഓഫീസിലാണോ അവിടെ നിന്ന് വേറെ ചായ കുടിക്കാൻ എന്തിനാ ഇറങ്ങിപ്പോവുക. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വാക്കവേ ഒരല്പനേരത്തേക്ക് റിലാക്സ് ആവുക. ഒരു പക്ഷേ ഒരു 24 മണിക്കൂറൊക്കെ സമയം കൊടുത്താൽ നമ്മുടെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം കൊടുക്കട്ടെ മറുപടി, വാട്സപ്പ് ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വോയിസൊക്കെ വെച്ചിട്ട് ലക്കോൺ ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ട. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അതാവില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന വേറെ രീതിയിലായിരിക്കും. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യൻ. ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടനായൊരു മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ബാക്കിയുള്ള ആളുകളോടൊക്കെ എങ്ങനെ സംസാരിക്കണം? ഫറോവയോട് ഇങ്ങനെ പറയാം. മൂസ നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞു, മൂസ നബിയെ ബിഅയുനിന ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. മൂസ നബിയെ, ഐ ആം വിത്ത് യു, ഐ ക്യാൻ സീ ആൻഡ് ഹിയർ. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടും നിങ്ങളെ കണ്ടുകൊണ്ടും നിങ്ങളുടെ കൂടെ, ഫറോവയുടെ കൊട്ടാരത്തിലാണ് നിങ്ങളുള്ളതെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ മൂസ നബിയെ എന്നാണ് അള്ളാൻ്റെ വാക്ക്. അങ്ങനത്തെ പടച്ചവൻ വിടുമ്പോഴേ നിങ്ങളിഞ്ഞ് ദേഷ്യപ്പെട്ട് എങ്ങനെ ആക്രോശിച്ച് ചീത്ത വിളിച്ചാലും നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല എന്ന് അള്ളാഹു കൊടുത്ത ഉറപ്പുണ്ട്. എന്നാലും ഖൂലാ ലഹു ഖൗലൻ ലയ്യന. സോഫ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന വലിയൊരു സയൻസ് ഓഫ് ടോക്കിംഗ്, സംസാരിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു മര്യാദയും വലിയൊരു സയൻസും അള്ളാഹുയുടെ വലിയൊരു അറഗൻ്റായ ഒരു സ്റ്റബോൺ പേഴ്സൻ്റെ മുമ്പിലാണ് ഇങ്ങനെ സംസാരിക്കാൻ മൂസ നബിയെ ട്രെയിൻ ചെയ്യുന്നത് അള്ളാഹു. അങ്ങനെ മൂസ നബി സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട്. വമാ റബ്ബുൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വമാ റബ്ബുൽ ആലമീൻ, ഹൂ ഈസ് ദ ലോർഡ് ഓഫ് ദ വേൾഡ്സ്. ആരാണ് ഈ ലോകങ്ങളുടെയൊക്കെ പടച്ചോ എന്ന് പറഞ്ഞ ആൾ? ആരാ മൂസ നബി? ആരാണ് മൂസ? ആരാണ് റബ്ബുൽ ആലമീൻ? മൂസ നബി അലൈഹി സ്വലാം قال رب السماوات والأرض وما بينهما إن كنتم موقنين. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ, ആകാശലോകങ്ങളും നമ്മളധിവസിക്കുന്ന ഈ ഭൂമിയും ഇതിനിടയിലുള്ള ഇതെല്ലാം പടച്ച ഒരാളുണ്ടല്ലോ. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾക്ക് യഖീനുണ്ടെങ്കിൽ. എന്താണ് യഖീൻ്റെ അർത്ഥം എന്നറിയോ? നമ്മൾ പറഞ്ഞ ഈമാനും ഇസ്ലാമും അല്ല ഇത്. യഖീൻ എന്ന് പറയുന്നത് അവിശ്വാസികളോടും ദൈവനിഷേധികളോടും ഖുർആൻ പറയുന്ന ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾക്ക് യഖീനുണ്ടോ?
എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ലോകത്ത് ബദീഹിയായ ചില അറിവുകളെ നിഷേധിക്കുന്നവരുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയുന്ന ചില കാര്യങ്ങളൊക്കെ അതങ്ങനെ അല്ല എന്നാണ് പറയുക. ചില ഫിലോസഫിയെ കൂട്ടുപിടിച്ചിട്ട് പരമമായ സത്യം, ഇപ്പോൾ സത്യം എന്ന് പറഞ്ഞതാണ് നല്ലത്, അത് പെടുന്നത് കിട്ടിയത്, അങ്ങനെ ചോദിച്ചാൽ മനുഷ്യൻ എന്ത് പറയും? കൊല്ലുക എന്ന് പറഞ്ഞത് മോശമാണ്, മോശമെന്നപ്പോൾ എവിടുന്നാ തോന്നിയത് എന്ന് ചോദിച്ചാൽ വല്ല ഉത്തരമുണ്ടോ? നമുക്ക് ഖുർആനും ഹദീസും പറയാം, സാധാരണ മനുഷ്യൻ എന്ത് പറയും? സത്യമേ പറയാവൂ. അങ്ങനെ ഇപ്പം എന്താ വല്ല നിർബന്ധം എന്നൊരാൾ ചോദിച്ചാൽ എന്താ മറുപടി? ആണ് പെണ്ണാണൊക്കെ ആയിട്ട് കോലം കെട്ടി നടക്കണില്ല, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ മറുപടി? ഷെറയിൽ നമുക്ക് പാടില്ല, നമുക്ക് ഇസ്ലാം വെച്ച് പറയാം, നമുക്കങ്ങനെ പാടില്ല. ഒരു സ്വതന്ത്രവാദി സംസാരിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ലോകത്ത് മനുഷ്യൻ അംഗീകരിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ചില കോമൺ പ്ലാറ്റ്ഫോമുകളുണ്ട്. ചില പരമമായ നീതിയാണ് വേണ്ടത്, സത്യം ധർമ്മമാണ്, അനീതി അധർമ്മമാണ്. ഇങ്ങനെ മനുഷ്യൻ എല്ലാവരും യോജിക്കുന്ന ചില ഫാക്റ്റുകൾ മനുഷ്യൻ്റെ ബ്രെയിനിൽ ഇതുണ്ടാക്കിയ പടച്ചോൻ വെച്ചിട്ടുണ്ട്. അതുള്ളത് കൊണ്ടാണ് ലോകത്ത് കോടതികൾ വർക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു കോടതിക്ക് നിയമം നടപ്പാക്കാൻ കഴിയില്ല. ഇന്നത് സത്യമാണ്, ഇന്നത് നേരാണ്, ഇന്നത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിലല്ലേ കോടതിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മതത്തിൻ്റെയും പിൻബലമില്ലാതെ പരമമായ ചില സത്യങ്ങളെ മനുഷ്യൻ അംഗീകരിക്കേണ്ടതുണ്ട്. അത് അംഗീകരിക്കാത്ത മനുഷ്യന്മാരെന്ന ലോകത്തുണ്ട്. അതിനാണ് അള്ളാഹു നിങ്ങൾക്ക് യഖീനുണ്ടെങ്കിൽ, മനുഷ്യന് അനിഷേധ്യമായ പരമമായ ചില സത്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആൾ വേണ്ടേ? ഇപ്പോൾ ഒരാൾ ഈ പേപ്പറിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇതിലൊരാൾ എഴുതി ഒരു പേന കാണുന്നുണ്ട്, ഒരു പേനോട് എഴുത്തുണ്ട് ഇതിൽ, അല്ലേ? ഇതൊരു പേപ്പറാണ്, ഈ പേപ്പർ മാനുഫാക്ചർ ചെയ്യണം, ഇവിടെ എഴുതിയിട്ടുണ്ട്, എഴുതാൻ പേന വേണം, അതിന് ഇങ്ക് വേണം, ഇത് എഴുതിയ ഒരാൾ വേണം. അയാൾ ഭാഷ അറിയുന്ന ആളാണ്, അയാൾ അറിയുന്ന ഭാഷയിൽ ഒരാശയമാണ് ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ഒരാൾ വേണം എന്നത് ബദീഹിയായ ഇൽമ് എന്ന് പറയാം. നേരെ മറിച്ച് പടച്ചോനില്ല എന്ന് പറയുന്ന ആളുകൾ ഈ ബദീഹിയായ ഇൽമിനെ നിഷേധിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അങ്ങനെ ആരും എഴുതാതെ ഉണ്ടായിക്കൂടെ, അതിനുണ്ടായിക്കൂടാന്ന് എന്താ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? തലക്ക് സുഖമല്ല എന്നല്ലേ പറയാം. അതിനാണ് ഇൻ കുൻതും മൂഖിനീൻ, ഫാക്റ്റുകളെ ഫാക്റ്റുകളായി, മുസല്ലമാത്ത് എന്ന് പറയും അറബിയിൽ, അതിന് മുസല്ലമാത്ത് എന്ന് പറയാം. സർവരാലും അംഗീകരിക്കപ്പെടുന്ന ചില വ്യവസ്ഥകൾ, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പടച്ചോനുണ്ടെന്ന് അംഗീകരിച്ചേ പറ്റൂ. ഒരു സാധനം വെറുതെ ഉണ്ടാവില്ല എന്നത് ഏത് കുട്ടിക്കും അറിയുന്ന പരമമായ അറിവാണ്. ആ അറിവിന് തെളിവ് വേണമെന്ന് ചോദിച്ചാൽ പിന്നെ അവരോട് സംസാരമില്ല, അവരെ പിന്നെ വേറെവിടെയും കൊണ്ടുപോകേണ്ടി വരും. ആ അറിവ് ബദീഹിയാത്തുകളും മുസല്ലമാത്തുകളും അംഗീകരിക്കുന്ന യഖീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. മുസനബി ലോജിക്ക് ഉപയോഗിച്ചവിടെ വലിയൊരു പ്രാപഞ്ചിക വീക്ഷണം കൊണ്ടുവന്നു. ഫിർഔനെ നിൻ്റെ കാൽനടിയുള്ള ഈ ഒരു ഈജിപ്തോ ഈ ഒരു നൈൽ നദിയോ മാത്രമല്ല, ഈ ഭൂമി ഒരുപാട് നദികളുള്ള ഭൂമിയാണ്. ഇതിനപ്പുറത്ത് ആകാശമുണ്ട്, ആകാശ ലോകങ്ങളും ഭൂമിയും കമ്പയർ ചെയ്ത ഭൂമി നത്തിങ്, ഒരു പൊടിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല മറ്റു ഗോളങ്ങളിലേക്ക് കമ്പയർ ചെയ്ത് നോക്കിയ ഭൂമിയുടെ വലുപ്പം. അതുകൊണ്ട് ഈ പ്രപഞ്ചം വലുതാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് ഫറോവ, നീ ഒന്ന് കണ്ണു തുറന്ന് നോക്ക്, നിൻ്റെ മീതയുള്ള ലോകം, നീ ജനിച്ചത് ഇവിടെയാണ്, അവിടെ ഒന്നല്ല. അതുകൊണ്ട് ആ ലോകം പിന്നെ ആര് പടച്ചു? ഇത് നീ പടച്ചു, നീ ആ റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിൻ്റെ കാലിനടിയിലൊരു ഭൂമിയെക്കുറിച്ച് നീ ഒക്കെ സമ്മതിച്ചു തരാം. പക്ഷേ നിൻ്റെ മേലെയുള്ള ലോകമോ ഉപരിലോകമോ അത് ആര് പടച്ചു? ഇങ്ങനെ മൂസ നബിയുടെ മറുപടി വളരെ ലോജിക് ആൻഡ് റാഷണൽ. ഖൗലൻ ലയ്യിനൻ, ആ വാക്കുകൾ എന്തെങ്കിലും ഒഫൻസ് ചെയ്യുന്ന എന്തെങ്കിലും വാക്കുകളുണ്ടോ? ഒന്നുമില്ല. സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഫിർഔനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നില്ല, നീ ധിക്കാരി, അതൊന്നും പറയുന്നില്ല. മൂസ നബി സ്ട്രൈറ്റ് ടു ദ ഫാക്ട്. എന്താണ് അവിടെ അറിയേണ്ടത്? ഖാല റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. യഖീന് വേണം, പരമമായ സത്യങ്ങൾ ലോകത്തുണ്ട് എന്നതിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. ഇല്ലേ, ഈ സംസാരം അവസാനിപ്പിക്കാം. അത് അങ്ങനെയാണ് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംഭാഷണം കടന്നു പോകുന്നത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിൻ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഹദീസ് ഉണ്ട് അല്ലേ? عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا مات الإنسان انقطع عمله إلا من ثلاث إلا من صدقة جارية أو علم ينتفع به أو ولد صالح يدعو له. رواه مسلم. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما نقصت صدقة من مال وما زاد الله عبدا بعفو إلا عزة وما تواضع أحد لله إلا رفعه الله. رواه مسلم.
عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال سبق المفردون قالوا وما المفردون يا رسول الله قال الذاكرون الله كثيرا والذاكرات. അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ, ഇൻഖതാ അമലുഹു, ആ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾ മുറിഞ്ഞു, അയാൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. മനുഷ്യന് ഉപകാരപ്പെടുന്ന 3 എണ്ണം അപ്പോഴും ബാക്കിയുണ്ട്. ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, നിലനിൽക്കുന്ന, പെട്ടെന്ന് ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് കഴിച്ചു തീരും. പക്ഷെ നേരെ വെച്ച് ഒരുപാട് കാലം ഉപകാരമെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും, ഒരു കിണർ, ഒരു മസ്ജിദ്, ഒരു മദ്രസ, ഒരു പഠനശാല, ഒരു ആശുപത്രി, ഒരു ആളുകൾക്ക് താമസിക്കാനുള്ള ഭവനം, ഇങ്ങനെ തുടങ്ങി എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ, ആളുകളത് ഉപകാരമെടുക്കുന്നുണ്ടോ, നിങ്ങൾ ചെയ്ത സ്വദഖ, ദാനമായി കൊടുത്തത്, അതിൻ്റെയൊക്കെ കൂലി ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്നൊരറിവ് നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ അറിവ് അനുസരിച്ച് ജീവിക്കുന്നവർ അത് എഴുതി വെക്കുകയോ പറയുകയോ ചെയ്തത്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തത് അത് കേൾക്കുകയോ വായിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, ആൺകുട്ടി എന്ന് തോന്നും ആ വാക്ക്, അത് ആണും പെണ്ണായാലും കുഴപ്പമില്ല. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ഇവിടെ നിന്ന് ദ്വാരക്കാലോ, ഖബറിങ്ങ വന്ന് ദ്വാരക്കാൻ ആൺകുട്ടിക്കേ പറ്റുള്ളൂ. പക്ഷേ പെൺകുട്ടികൾക്കാണ് വീട്ടിൽ നിന്ന് ദ്വാരക്ക, വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. ഇങ്ങനെ 3 എണ്ണമാണ് ഒരു മനുഷ്യന് മരണശേഷം ഉപകാരപ്പെടുന്നത്. ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും, ബാക്കിയൊന്നും ഖബറിലേക്ക് ആ മനുഷ്യൻ്റേതായിട്ട് കിട്ടൂല. വേറെ ആളുകൾ ഹദിയ ചെയ്താൽ കിട്ടും. നമ്മൾ ഒരാളുടെ പേരിൽ സ്വതക്ക ചെയ്തു, ഒരാളുടെ പേരിൽ ഖുർആൻ ഓതി, ഒരാളുടെ പേരിൽ നമ്മൾ ദാനധർമ്മം ചെയ്തു, അതൊക്കെ കിട്ടും. നേരെ മറിച്ച് ഇത് ഇയാളുടേതാണ്, അയാളുടെ മക്കളാണ്, അയാൾ കൊടുത്ത ഇൽമാണ്, അയാളുടെ ദാനമാണ്, അയാൾ ചെയ്തതാണ്. പക്ഷേ അത് തന്നെ മരണശേഷം കിട്ടും. അങ്ങനെ 3 എണ്ണമാണുള്ളത്. ഈ 3 അല്ലാതെ ബാക്കിയൊക്കെ മനുഷ്യനിൽ നിന്ന് മുറിഞ്ഞു പോകും. ഒന്ന് ചൊല്ലിക്കോളൂ, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما نقصت صدقة من مال, ഒരു ദാനവും സമ്പത്തിനെ കുറച്ചു കളഞ്ഞിട്ടില്ല. 100 ദിർഹമിൽ നിന്ന് നിങ്ങൾ 10 ദിർഹം കൊടുത്താൽ അത് 90 ചുരുങ്ങി എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരു മനുഷ്യൻ തന്നോട് ഉപദ്രവം ചെയ്ത ഒരാൾക്ക് മാപ്പ് ചെയ്തു കൊടുത്താൽ അതിന് പകരം അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒരാൾ ഉപദ്രവം ചെയ്ത് നമ്മൾ മാപ്പ് ചെയ്തു കൊടുത്താൽ അള്ളാഹു മാപ്പ് ചെയ്ത ആൾക്ക് ഇസ്സത്ത് കൊടുക്കും. പ്രതികാരം ചെയ്തവർക്ക്, പകരം വീട്ടിയവർക്ക് ഇസ്സത്ത് കിട്ടൂല. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ, ഒരാൾ പകരം വീട്ടിയെന്ന് വിചാരിക്കുക, അതിന് ഇസ്സത്ത് ഉണ്ടാവില്ല. ഇസ്സത്ത് ആർക്കാ? അയാളൊന്നും പറഞ്ഞില്ല, അയാളൊന്നും തിരിച്ചു ചെയ്തില്ല എന്ന് പറയുന്നതാണ് ഇസ്സത്ത്. വമാ തവാദഅ അഹദുൻ ലില്ലാഹ്, അല്ലാഹുവിനെ വിചാരിച്ചൊരു മനുഷ്യൻ വിനയാന്വിതനായാൽ, മനുഷ്യൻ അഹങ്കാരമില്ലാതെ നടന്നാൽ, ഇല്ലാ റഫഅഹുല്ലാഹ്, അല്ലാഹു ആ മനുഷ്യനെ ഉയർത്തുമെന്നും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സംശയം വരുന്നൊരു ഭാഗം, ഒരാളങ്ങനെ സംശയം പറഞ്ഞു. രണ്ടാമത്തെ വിഷയം, ഒരു മനുഷ്യൻ മാപ്പ് ചെയ്തു കൊടുത്താൽ അയാൾക്ക് അല്ലാഹു ഇസ്സത്ത് തരും. അതങ്ങനെ തന്നെ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതം തകർത്ത ഒരാൾ, നമ്മളെ കുടുംബം തകർത്തു, ബിസിനസ് തകർത്തു, അങ്ങനത്തെ ആൾക്കാർക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അവർ ശിക്ഷ അർഹിക്കുന്ന ആൾക്കാരല്ലേ? അവർക്ക് ശിക്ഷ വേണ്ടേ? നല്ല ചോദ്യമല്ലേ? അല്ലേ? നിങ്ങൾക്ക് തോന്നാറുണ്ട് അങ്ങനെ? ചില കാര്യങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? ആണ്. നമ്മൾ മാപ്പ് കൊടുത്തു എന്ന് വിചാരിച്ച അയാളല്ല ശിക്ഷിക്കൂല എന്നിപ്പോൾ വന്നോ? നമ്മൾ മാപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് കൂലി കിട്ടിയെന്നുള്ളൂ. അള്ളാഹുവിനോടും അടക്കം ചെയ്ത തെറ്റാണത്. അത് അള്ളാഹ് പുറത്തു കൊടുത്തെങ്കിൽ മാത്രമേ അയാൾ ഒഴിവാവുള്ളൂ, അല്ലെങ്കിൽ തിന്മക്ക് ശിക്ഷയുണ്ട്. നിങ്ങൾ പുറത്തു കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹ് കൂലി തരും. നിങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തെന്ന് ഒരു ഉറപ്പില്ല. അള്ളാഹു ഇൻഷാ അഅദബ്, വേണമെങ്കിൽ അള്ളാഹുവിനെ അയാളെ ശിക്ഷിക്കാം, അയാൾക്കതിന് അധികാരമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ നിയമത്തെയാണ് അയാൾ ലംഘിച്ചത്. നമ്മൾ മാപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നൊന്നും അതിനർത്ഥമില്ല. നിങ്ങളും അയാളും തമ്മിൽ ഇടപാട് നാളെ ഹിസാബിൽ
പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വിചാരണ വേറെ ഉണ്ടാവും. ശരിയല്ലേ? എന്നല്ലാതെ തെറ്റ് ചെയ്തവരെ രക്ഷപ്പെടാൻ വിടുക എന്നല്ല അതിനർത്ഥം. നമ്മൾ നമ്മുടെ സൈഡ് ക്ലീൻ ചെയ്യുക, നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടൽ മാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അതിങ്ങനെ നീറിക്കൊണ്ടിരിക്കും. ചൊല്ലിക്കോളൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ നഖസത് സ്വദഖത്തുൻ മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. മൂന്നാമത്തെ ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال سبق المفردون മുഫർരിദൂനായ ആളുകളൊക്കെ മുന്നോട്ട് വിജയിച്ചു മുന്നോട്ടെത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഖാലു അവർ ചോദിച്ചു വമൽ മുഫർരിദൂൻ, ആരാണ് നബിയെ മുഫർരിദൂൻ, ഈ രക്ഷപ്പെട്ടു പോകുന്ന മുഫർരിദൂൻ ആരാണ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ? ഖാല അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിന് ഒരുപാട് ദിക്ർ ചൊല്ലുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. ദിക്ർ എന്ന് പറയുന്നത് ചൊല്ലുക എന്ന് മാത്രമല്ല, ദിക്ർ എന്നത് ഖൽബിയായ ഒരു അമല് കൂടിയാണ്. ഖൽബ്, ഒരാൾ വെറുതെ തസ്ബീഹ് ഇങ്ങനെ മറിച്ചിട്ടുണ്ട്, ഖൽബിൽ ഒരു ചിന്ത അള്ളാഹിനെ കുറിച്ചില്ല, അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല. അത് അള്ളാഹു തആല കൂലി കൊടുത്തേക്കും, നാവ് കൊണ്ട് ചെയ്യുന്ന കൂലി കിട്ടും. പക്ഷേ ദിക്ർ എന്ന അള്ളാഹുവിനെ ഓർക്കുകയാണ്. വഖിമി സ്വലാത്ത ലിദിക്ർ, നിസ്കാരം പോലും അള്ളാഹിനെ ഓർക്കാനാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് അതിൻ്റെ പരമമായ ലക്ഷ്യമതാണ്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അവർ നേരത്തെ സ്വർഗത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവർ മുമ്പേ നടന്നവരാണ്, രക്ഷപ്പെട്ടവരാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി സബഖൽ. അപ്പോൾ ചൊല്ലിക്കോളൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال سبق المفردون قالوا وما المفردون يا رسول الله قال الذاكرون الله كثيرا والذاكرات. جزاكم الله خيرا. السلام عليكم ورحمة الله. ഇന്നത്തെ സദസ്സിൽ പായസം നൽകിയ ആളുടെ ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് ഇന്ന് സദസ്സിൽ കട്ട്ലൈറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ ഖദീജ മാണിക്കോത്ത് എന്ന ഉമ്മ മരണപ്പെട്ടു. ഉമ്മയുടെ ഹാർട്ടിൻ്റെ വാൾവ് മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറയുന്നു. പ്രത്യേകം ഷിഫാന് വേണ്ടി ദുആ ചെയ്യണം. അടുത്ത വർഷം ഉമ്മാക്ക് ഹജ്ജിന് പോകാനുള്ള തൗഫീഖിനായി ദുആ ചെയ്യാൻ. ഉമ്മാൻ്റെ പിത്തത്തിലെ കല്ല് ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാൻ. ജോലി ആവശ്യത്തിനായി അനുജൻ നാട്ടിൽ നിന്ന് വിസിറ്റ് വന്നിട്ടുണ്ട്, നല്ല ഹൈറായ ജോലി ശരിയാകാൻ വേണ്ടിയിട്ട്. ഉമ്മ മകൻ്റെ വിഷയത്തിൽ പ്രയാസത്തിലാണ്, പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചിട്ട് വേണ്ടി ദുആ ചെയ്യണം. പ്രൈവറ്റ് ട്രാവൽസ് വഴി ഹജ്ജിന് പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ വർഷത്തിൽ പ്രതിസന്ധിയിലാണ്. പ്രത്യേകം ഈ സദസ്സിൽ ദുആ ചെയ്യണം. എല്ലാവരും വലിയ പ്രതീക്ഷയിലും അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധിയിലാണ്. പ്രത്യേകം ഇന്നത്തെ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കുടുംബം പ്രശ്നത്തിലാണ്, തടസ്സങ്ങൾ മാറി കിട്ടാൻ വേണ്ടി ഹൈറായ രീതിയിലുള്ള പ്രശ്ന പരിഹാരത്തിന് ദുആ ചെയ്യാൻ. മകനും ഭാര്യയും കുറച്ച് പ്രശ്നത്തിലാണ്, നല്ല സന്തോഷത്തിലാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അബ്ദുൽ കരീമിൻ്റെ അനുജൻ്റെ അമ്മോഷൻ പെട്ടെന്ന് ഞരമ്പ് പൊട്ടി ഹോസ്പിറ്റലിലാണ്, ഷിഫായിന് ദുആ ചെയ്യാൻ. ഇന്നലെ മരണപ്പെട്ട അബ്ദുസലാം നെല്ലായ എന്ന സഹോദരൻ്റെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. സെൻട്രൽ മെമ്പർ ഷറഫുദ്ദീൻ പൂക്കാലാടിൻ്റെ സഹോദരനാണ്. ഇന്ന് മഫറക്ക് ഭാഗത്ത് വെച്ച് ആക്സിഡൻറ്റിൽ മരണപ്പെട്ട സുബൈർ ബാബു എന്ന സഹോദരൻ ദുആ ചെയ്യാൻ. മകളും സഹോദരൻ്റെ മകളും നീറ്റ് എക്സാം എഴുതുന്നുണ്ട്, വിജയത്തിനായി ദുആ ചെയ്യണം. 12 വയസ്സായ മകൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് കൂടുതലായിട്ട് കാണിക്കുന്നു, കൂടുതൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഷിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ. അബൂബക്കർ തുരുത്തിയുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് കുഞ്ഞിച്ച ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം നാട്ടുകാർക്കൊക്കെ പ്രായം നോക്കാതെ ഓടി നടക്കുന്ന ഒരു സുഹൃത്താണ്. പ്രത്യേകം ഷിഫായിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. വിസയുടെ കാര്യങ്ങളും ജോലിയുടെ കാര്യമൊക്കെ ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. പെങ്ങളുടെ സ്ഥലത്തിൻ്റെ കാര്യം പല തടസ്സങ്ങളായിട്ട് ശരിയാവുന്നില്ല, അത് ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ജീവിതത്തിൽ ബർക്കത്തിന് ഹൈറിന് വേണ്ടി ദുആ ചെയ്യാൻ. ജോലിയിൽ ബർക്കത്തിനായി ദുആ ചെയ്യാൻ. സുഹൃത്തിൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. കടം കൂടി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. ജോലി നഷ്ടപ്പെട്ട സുഹൃത്ത് സദസ്സിലുണ്ട്, പ്രത്യേകം ഹൈറായ ജോലി ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. കാസർഗോഡ് ജില്ല മാണിയാട്ട് സലീം 32 വയസ്സ്, പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വെന്റിലേറ്ററിലാണ്, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, പ്രത്യേകം ഷിഫാന് വേണ്ടി ദുആ ചെയ്യാൻ. എൻ്റെ പെങ്ങളുടെ മകൾ മരണപ്പെട്ടു,
പ്രത്യേകം ദുആ ചെയ്യണം മഗ്ഫിറത്തിനായിട്ട്. ന്യൂമോണിയ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സദസ്സിൽ നേരിട്ടും അല്ലാതെ ഓൺലൈനിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് സാധനം. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത അല്ലാഹുമ്മ ഫഅഅ്തിനി സുഅലി വഹഖിഖ് മുറാദി. അല്ലാഹു നമ്മുടെയും എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരിൽ ഒരുപാട് രോഗികളുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നം പറഞ്ഞൊരു പെൺകുട്ടിയടക്കം, ഇന്ന് മരണപ്പെട്ടവരടക്കം പല ആളുകളുടെയും ഒരാളുടെയും മയ്യത്തിന് വേണ്ടി ദുആയിരക്കാൻ വസിയത്തുണ്ട്. അല്ലാഹുവിലേക്കും ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ അഡ്മിന്മാരുണ്ട്, നമ്മുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ദഅവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരുപാട് ആളുകൾ. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഇവിടെ അമേരിക്ക നമുക്ക് ഇടയ്ക്ക് എപ്പോഴും കാണുന്ന ആളാണ്. പക്ഷെ നമ്മൾ കാണാത്ത എത്രയോ അഡ്മിന്മാർ വേറെയും സൗദിയിലും ഖത്തറിലും നാട്ടിലും ഒക്കെ നമ്മുടെ ഈ ദഅവത്തിൻ്റെ ഒരു ചാനലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെയൊക്കെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരു പെയ്ഡ് ജോലിയല്ല. എൻ്റെ കൂടെ ഈ ഒരു ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ അവരൊക്കെ ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഓരോ സ്പീച്ചിൽ നിന്നും എടുത്ത് കട്ട് ചെയ്ത് അത് കൃത്യമായും അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കാൻ നല്ലൊരു ഹാർഡ് വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ദുആയിരക്കണം. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും ചെയ്തു കൊടുക്കട്ടെ. അവരോട് ദുആ വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹുവിനെ ഹാസിലാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾക്ക് യഖീൻ നൽകണേ പടച്ചവനെ. യഖീൻ നൽകണേ റബ്ബേ, യഖീൻ നൽകണേ പടച്ചവനെ. ഈമാൻ ഉറപ്പിക്കണേ പടച്ചവനെ. തവക്കുൽ നൽകണേ റബ്ബേ. നിൻ്റെ ദിക്ർ പതിവാക്കുന്ന ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും നിന്നെ ദിക്ർ ചെയ്യുന്നവരാക്കണേ പടച്ചവനെ. നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ ലക സാജിദീൻ, നിനക്ക് സുജൂദ് ചെയ്യുന്ന നിസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. ലക സ്വാഇമീൻ, നിനക്ക് വേണ്ടി നോമ്പെടുക്കുന്നവരാക്കണേ റബ്ബേ. വതാലീന ലി കിതാബിക്, നിൻ്റെ കിതാബ് ഓതുന്നവരാക്കണേ പടച്ചവനെ. അല്ലാഹുവേ മുതഫക്കിരീന ഫീ ആലാഇക വ നഅമാഇക, നിൻ്റെ അനുഗ്രഹങ്ങളിൽ ചിന്തിക്കുന്നവരാക്കണേ പടച്ചവനെ. അല്ലാഹുവേ നിൻ്റെ വിശുദ്ധ വചനങ്ങളിൽ തദബ്ബുർ നൽകണേ റഹ്മാനെ. കാരുണ്യവാൻ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആഫിയത്തും നൽകണേ റബ്ബേ. റഹ്മർ റഹീമേ, ശരീരത്തിൻ്റെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. ഈ സദസ്സിലുള്ള പ്രായമേറിയ ആളുകളും ചെറുപ്പക്കാരും കുട്ടികളും വിദ്യാർത്ഥിനികളും ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ട്. അള്ളാഹുവിരുടെയൊക്കെ ഏത് അസുഖമാണെങ്കിലും അള്ളാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഈ സദസ്സിൽ വെച്ച് ശിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, അള്ളാഹു ഞങ്ങളോട് ബന്ധമുള്ള ദുആയിരക്കാൻ വസിയത്ത് ചെയ്തിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. പ്രത്യേകിച്ച് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി, നമ്മുടെ കാസർഗോഡുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അള്ളാഹുവേ നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ. അള്ളാഹ് റഹ്മുറാഹിമായ റബ്ബേ, ഓരോ ആളുകളും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളിലുമാണ് റഹ്മാനെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ തരത്തിലും അള്ളാഹുവെ പ്രയാസത്തിൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബേ, ഈ സദസ്സിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാറ്റിലും മനസ്സിനൊരു സമാധാനവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും റിസ്ഖിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്ത് നിൻ്റെ സഹായവും നൽകണമേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. അല്ലാഹു, ഇവിടെ ഇന്നലെ എത്തിയ ആളുകൾ വരെ ഈ സദസ്സിലുണ്ട്. ജോലി അന്വേഷിച്ചു കൊണ്ടുവന്ന ആളുകൾ, നമ്മുടെ ഉസ്മാൻ്റെ അനുജൻ ഇവിടെ ഉണ്ട് അടക്കം ആരൊക്കെ ഉണ്ടോ അല്ലാഹുവെ, ഹലാലായ ജോലി അന്വേഷിച്ച് വന്നവർ, അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉചിതമായ ഖൈറായൊരു വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. റഹ്മുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ മക്കൾ, യുവതലമുറകൾ, യുവാക്കൾ, വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ച് വലിയ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, അല്ലാഹു അവർക്കൊക്കെ നീ വലിയ സംരക്ഷണം നൽകണേ റബ്ബേ. വഴിതെറ്റിപ്പോകാതെ കാക്കണേ പടച്ചവനെ. അവരുടെ ജീവിതത്തിൽ നിൻ്റെ കാവലുണ്ടാകണേ റഹ്മാനെ. അറിവും ഇൽമും തഖ്വയും മാതാപിതാക്കളോടുള്ള സ്നേഹവും ഒക്കെ ഉള്ള നല്ല മക്കളാക്കി തരണേ പടച്ചവനെ.
കാരുണ്യവാനെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ജോലിയും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നീ ഒരുക്കി കൊടുക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ പടച്ചവനെ. റഹ്മാനെ അവരിലെ കഴിവുകളെ പരിപോഷിപ്പിക്കണേ പടച്ചവനെ. ദീനിനും സമൂഹത്തിനും നാടിനും ഉപകാരപ്പെടുന്ന ഇസ്സത്തുള്ള മക്കളാക്കി തരണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, അസുഖങ്ങളാണ് റബ്ബേ ഞങ്ങൾ ഭയപ്പെടുന്നത്. കാരുണ്യവാനെ, പ്രയാസപ്പെടുത്തുന്ന അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അള്ളാഹുവേ, അങ്ങനെ വല്ല മുബറമായ ഖലാഉം നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ, അതിൽ ക്ഷമയും സബറും യഖീനും ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ നീ കരുപിടിപ്പിക്കണേ റഹ്മാനെ, ശക്തിപ്പെടുത്തണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ കണ്ണിനും കാതിനും ശരീരത്തിനും മറ്റവയവങ്ങൾക്കും നിൻ്റെ കുദറത്തുകളെ അള്ളാഹുവെ വീക്ഷിക്കുവാനും അനുഭവിക്കുവാനും അതിന് ശുക്ർ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. ഇബാദത്ത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ പടച്ചവനെ. നിസ്കാരവും അനുബന്ധമായ ഇബാദത്ത് കർമ്മങ്ങളൊക്കെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. അതിന് അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. നിസ്കാരവും ഇബാദത്തും ഖലാആയി പോകാതെ കാക്കണേ പടച്ചവനെ. അർഹമുർ-റഹീമായ റബ്ബേ, നമ്മുടെ സദസ്സിലുള്ള സഹോദരൻ്റെ ഹാഫിളായ മകൻ കൂടുതൽ പഠിച്ച് സ്വാലിഹും ആലിമുമാവും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ മോനെ ഹാഫിളും ആലിമും ദീനിൻ്റെ ആബിദും ദീനിന് ഖാദിമുമായി നല്ല മോനായി മാറ്റണേ പടച്ചവനെ. കാരുണ്യവാനായ അർഹമുർ-റഹീമീനായ റബ്ബേ, ഒരുപാട് മുതഅല്ലിമീങ്ങൾ, നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ കുടുംബങ്ങളിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അവർക്കൊക്കെ നല്ല വിജയം നൽകണേ അള്ളാഹ്. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് നല്ല തൗഫീഖ് നൽകണേ പടച്ചവനെ. റഹ്മാനെ, കാരുണ്യവാനെ, മരണം ഞങ്ങൾക്ക് ആസന്നമാകുന്നതിന് മുമ്പ് ഞങ്ങൾ കടബാധ്യതകളൊക്കെ വീടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ പടച്ചവനെ. റഹ്മാനെ, ഞങ്ങളുടെ നാവും ഞങ്ങളുടെ കൈകളും ഞങ്ങളുടെ എഴുത്തും വായനയും അള്ളാഹുവെ പറയുന്നതും എല്ലാം നിയന്ത്രിക്കുന്ന, ശരീരത്തെ പ്രത്യേകിച്ച് ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ കഴിവ് നിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. കാരുണ്യവാനെ, ഞങ്ങൾ അശക്തരായി പോവാതെ കാക്കണേ റബ്ബേ. അള്ളാഹുവെ, ദാരിദ്ര്യം കൊണ്ട് യാചനയിലേക്ക് എത്തുന്ന വിധമുള്ള പരീക്ഷണങ്ങൾ വരെ വരുന്നുണ്ടല്ലോ റബ്ബേ. അള്ളാഹു നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകണേ പടച്ചവനെ. ആഫിയത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ പടച്ചവനെ. റഹ്മാനെ, രോഗത്തിന് പകരം സിഹത്ത് നൽകണേ പടച്ചവനെ. ഇസ്സത്ത് നൽകണമേ റബ്ബേ. സലാമത്ത് നൽകണേ പടച്ചവനെ. റഹ്മാനെ, മുസ്ലിം ഉമ്മത്തിനെ നീ നിൻ്റെ കാവലിലാക്കണേ പടച്ചവനെ. ലോക മനുഷ്യരെ, ലോക സമുദായങ്ങളെ, ലോകരാജ്യങ്ങളെ അള്ളാഹു നീ സമാധാനത്തിലാക്കണേ പടച്ചവനെ. ഈ നാടിനെ, UAE പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ നാട്ടുകാരും താമസക്കാരുമായ എല്ലാവരെയും അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. അള്ളാഹു നിൻ്റെ അനുഗ്രഹങ്ങൾ, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് പല രാജ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, നിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവെ മുറിയാതെ അതിന് ശുക്ർ ചെയ്യുന്നവരായും അള്ളാഹു ഞങ്ങളിത് മാറ്റിത്തരണേ റഹ്മാനെ. നാട്ടിലെ മദ്രസകളും പള്ളികളും യതീംഖാനകളും അറബി കോളേജുകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അള്ളാഹുവെ നീ പ്രത്യേകമായി നിൻ്റെ കാവലുകൊണ്ട് അള്ളാഹു നീ കാത്തുകൊള്ളണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിലെ ഭരണമോ ഭരണ സംവിധാനങ്ങളോ നിയമങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലാവാതെ നീ കാക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. നമ്മുടെ വനിതകൾക്കൊരു ക്ലാസ് നമ്മുടെ സുന്നി സെൻ്ററിൻ്റെ കീഴിൽ, അബുദാബി സുന്നി സെൻ്ററിൻ്റെ പുതിയ ഓഫീസിൽ വെച്ച് നമ്മുടെ നജിദ സ്ട്രീറ്റിലെ നടക്കുന്നുണ്ട്. അതിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. ആഴ്ചയിൽ വെള്ളിയാഴ്ചയാണ് ക്ലാസ് ഉള്ളത്, ഒരിക്കലാണ് ക്ലാസ് ഉള്ളത്. പണ്ഡിതകളായ വനിതകളുടെ നേതൃത്വത്തിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7:30 മുതൽ 9:30 വരെയാണ്, 7 മുതൽ 9:30 വരെയാണ് ക്ലാസ്സുണ്ടാവുക. ഇത് ഫ്രീ ആണ്. മുസ്ലിം കുടുംബിനികളെ ഉദ്ദേശിച്ച് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സിലബസാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പഠന രീതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് ജീവിതത്തിനിടയിൽ ദീനി വിദ്യാഭ്യാസം സമ്പാദിക്കാനും ദീനിൻ്റെ നിഷ്ഠകൾ ക്രമീകരിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട മസ്അലകൾ പെൺകുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു സംവിധാനം അബുദാബി സുന്നി സെൻറ്റർ ക്ലാസ് കമ്മിറ്റിയാണിത് നടപ്പിലാക്കുന്നത്. അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാനിവിടെ വായിക്കുന്ന മൊബൈൽ നമ്പർ വേണ്ടവരെന്ന് നോട്ട് ചെയ്യാം. 0565651 850. 056
ഒന്നുകൂടെ 5651-850. വേറെ നമ്പറുണ്ട് 055-396-1468. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.